ഉം, ഇവളുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ഉം, അവർക്കത് അംഗീകരിക്കാൻ വയ്യ, ഈ ഉം. പയ്യന്റെ വീട്ടുകാർക്ക്. ശരി. അപ്പൊ അവൾ അവിടെ ഇട്ട് ശരിക്കും അപമാനിച്ചു. ഉം, അത് പക്ഷെ അവൾക്ക് അവളുടെ അച്ഛനോട് പറയാനും ഒക്കത്തില്ല. ഉം. അപ്പൊ ഇതിന്റെ പേരിലാണത്. അങ്ങനെ അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ ഈ നാത്തൂനോ ഒക്കെ കൂടെ കുറെ എന്തോ പറഞ്ഞു. അതിന്റെ പേരിൽ അവളെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. സ്വന്തം അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചത് കാരണമായി ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അവളെ ചവിട്ടി പുറത്താക്കി. നിറത്തിന്റെ പേരിൽ നിരന്തരമായി അവൾ അപമാനിച്ചു. എന്തിന്? സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും ഭർത്തൃ വീട്ടുകാർ വിവേചനം കാണിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏറ്റുമാനൂരിൽ ആറ്റിൽ ചാടി ജീവനൊടുക്കിയ ജിസ്മോളുടെയും മക്കളുടെയും കാര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഏകദേശം ഒരു 3-4 ദിവസം മുമ്പെയാണ് ഈ സംഭവം ഏറ്റുമാനൂരിൽ നടക്കുന്നത്, അല്ലേ? സംഭവം നടന്ന ദിവസം എന്തിനായിരുന്നു ജിസ്മോളും മക്കളും ജീവൻ ഒടുക്കിയതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ അടുത്ത ദിവസം ജിസ്മോളുടെ അച്ഛൻ ഒരു പ്രസ് മീറ്റ് വിളിക്കുകയും അതിൽ ഭർത്തൃ വീട്ടിൽ അവൾക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഭർത്തൃ വീട്ടിലെ പീഡനം കാരണമാണ് അവൾ ജീവൻ ഒടുക്കിയതെന്ന വാർത്ത എല്ലാവരും അറിയുന്നത്. എന്നാൽ പോകെ പോകെ ഇപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് ജിസ്മോളുടേത് ആത്മഹത്യയാണോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി കഴിഞ്ഞ ദിവസം ജിസ്മോളുടെ സുഹൃത്തായിട്ടുള്ള നിള എന്ന് പറയുന്ന യുവതി മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് ജിസ്മോളും നിളയും ഒരുമിച്ച് ഒരു ഹോസ്റ്റലായിരുന്നു. അങ്ങനെയുള്ള പരിചയമാണ് ഇവർ തമ്മിൽ. പിന്നീട് ആ ബന്ധം വർഷങ്ങളോളം തുടർന്നു പോവുകയായിരുന്നു. ഒരു കാലം വരെ ജിസ്മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നിള എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ജിസ്മോൾ ഒരുപാട് കാര്യങ്ങൾ നിളയോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാനും ഏറ്റവും അർഹയായിട്ടുള്ള വ്യക്തി നിള തന്നെയാണ്. ജിസ്മോളുടെ ദാമ്പത്യ ജീവിതത്തിലെ തുടക്കം തൊട്ടുള്ള പല കാര്യങ്ങൾക്കും നിളക്ക് അറിയാമെന്നുള്ളതാണ്. നമുക്ക് എന്തായാലും നിള എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളതൊന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യമായി നിള പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ജിസ്മോൾക്ക് വിവാഹാലോചന വന്ന സമയത്ത് ഭർത്തൃ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചത് നിളയായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. ആ സമയത്ത് ജിസ്മോളെ കെട്ടാൻ പോകുന്ന ചെക്കനായിട്ടുള്ള ജിമ്മി കൊടുകൊട്ടിയ പൈസക്കാരനാണ്, നല്ല ക്യാഷ് കയ്യിലുണ്ട്. ജിസ്മോൾ ആണെങ്കിൽ ഒരു സാധാരണ പെണ്ണും. സ്വാഭാവികമായിട്ടും പണമുള്ള വീട്ടിലേക്ക് ഒരു പെണ്ണിനെ പറഞ്ഞയക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ത്രീധനം കൊടുക്കണമല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് നിള പോയത്. പക്ഷെ നിള സംസാരിച്ച സമയത്ത് ജിമ്മിയുടെ വീട്ടുകാർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് സ്ത്രീധനം ഒന്നും വേണ്ട, പെണ്ണിന് മതി എന്നുള്ളതാണ്. ആയിക്കോട്ടെ, സന്തോഷം എന്ന് പറഞ്ഞ് ജിസ്മോളുടെ വീട്ടുകാർ ജിസ്മോളെ അവരെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ കല്യാണം കഴിഞ്ഞതോടുകൂടി ഇവരുടെ വിധം അങ്ങോട്ട് മാറി. അതിനെക്കുറിച്ച് നിള പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടോക്കാം. പുള്ളിക്കാരിയുടെ കല്യാണ സമയത്ത് ഞാനാണ് ഈ പയ്യനോട് സംസാരിച്ചതൊക്കെ ഞാനും കൂടെയാണ്. അപ്പം അന്നേ ഇവര് വലിയ പണക്കാരാണ്, ഇവിടെ ഒരു സാധാരണ ഫാമിലിയാണ്. അപ്പൊ അന്നേ ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇത് എങ്ങനെ ശരിയാവുമെന്ന്. അപ്പൊ അവര് പറഞ്ഞത് അവരുടെ ജാതിയിൽ ഇങ്ങനെ സ്ത്രീധനം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ കല്യാണം നടത്തിയത്. ശരി. പക്ഷെ സ്ത്രീധനത്തിന്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? ഭർത്താവാണോ അതോ? അതായത് ഭർത്താവ് അടിക്കുമായിരുന്നു. അത് എന്റെ അടുത്ത് ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവ് അടിച്ച കാര്യം. ഓക്കെ, അതാണ് സ്ത്രീധനം വേണ്ട പെണ്ണ് മതി എന്ന് പറഞ്ഞ ടീംസാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അതും പറഞ്ഞൊരു പെണ്ണിനെ ദ്രോഹിക്കുന്നത്. എന്താ ഞാനിതിനൊക്കെ പറയാനല്ലേ. ഒരുപക്ഷെ ഇവർ ജിസ്മോളെ സ്വീകരിക്കുന്ന സമയത്ത് മനസ്സിൽ എന്തൊക്കെയോ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം. സാധാരണ ഒരു പെണ്ണിനെ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചയക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കല്ലോ. അങ്ങനെ ജിസ്മോളുടെ കയ്യിലും ജിസ്മോളുടെ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഇവർ വിചാരിച്ച സംഭവം കിട്ടാത്തത് കൊണ്ട് ഹാലിളകിയതാവണം. അല്ലാണ്ട് ഒരു കാരണം ഞാനിവിടെ കാണുന്നില്ല. എന്തായാലും ഇതിനെല്ലാം ശേഷം ഒരു കുഞ്ഞ് ജിസ്മോൾക്ക് ജനിച്ചു. പക്ഷെ കുഞ്ഞ് ജനിച്ച സമയത്ത് വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമായി കേട്ടോ. അത് കുഞ്ഞ് ജനിച്ചുകൊണ്ടല്ല കേട്ടോ. ആ സമയത്ത് തന്നെ മറ്റൊരു സംഭവം കൂടി നടന്നു. അതിനെ കുറിച്ച് നിള പറയുന്നൊന്ന് കേട്ടോ. വീട്ടിൽ നല്ല പ്രശ്നങ്ങളായിരുന്നു. അതായത് ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങൾ. ഇവളുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവർക്കത് അംഗീകരിക്കാൻ വയ്യ, ഈ പയ്യന്റെ വീട്ടുകാർക്ക്. അപ്പൊ അവൾ അവിടെ ഇട്ട് ശരിക്കും അപമാനിച്ചു. അത് പക്ഷെ അവൾക്ക് അവളുടെ അച്ഛനോട് പറയാനും ഒക്കത്തില്ല. അപ്പൊ ഇതിന്റെ പേരിലാണത്. അങ്ങനെ അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ ഈ നാത്തൂനോ ഒക്കെ കൂടെ കുറെ എന്തോ പറഞ്ഞു. അതിന്റെ പേരിൽ അവളെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അങ്ങനെ അതായത് അവളുടെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം, കല്യാണം നടക്കുന്ന ആ സമയങ്ങളിലും ആയിട്ട്. ഇല്ല ഇല്ല, അവള് നെറ്റ് ഒരു പരീക്ഷ പഠിക്കാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോയി നിന്നു. ഇല്ല, കുഞ്ഞിനെ ഇട്ടിട്ട് കുഞ്ഞിനെ അവർ കൊടുത്തില്ല. അങ്ങനെ അവള് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞു ഞാൻ എറണാകുളത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു കൊച്ചിനെ ഇട്ടിട്ട് നീ എന്തിനാ പോയി നിൽക്കുന്നേ? അന്നേരം പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, പൊയ്ക്കോന്ന് പറഞ്ഞു. കൊച്ചിനെ കൊടുത്തു വിട്ടില്ല, കൊച്ചിനെ അവര് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അന്ന് ഭയങ്കര നിലവിളിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ജിമ്മി വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അടിച്ചത് ഉപദ്രവിച്ചതൊന്നും പറഞ്ഞില്ല. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, പുറത്താക്കിയിരിക്കുകയാണ്, അങ്ങനെ ചെല്ലാൻ ഒക്കത്തില്ല എന്ന്.
എന്താ ഇതിനൊക്കെ പറയല്ലേ? ഭാര്യയുടെ അച്ഛൻ കല്യാണം കഴിച്ചത് കാരണമായിട്ട് ഭാര്യയെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാന്നൊക്കെ പറഞ്ഞാണ് ഈ ലോകത്തിന് ആദ്യമായിട്ടുള്ള സംഭവമായിരിക്കും. ചിലപ്പം അച്ഛൻ മറ്റൊരു കല്യാണം കഴിച്ച സമയത്ത് ഈ ഭർത്താവായിട്ടുള്ള ജിമ്മിയുടെ വീട്ടുകാർ കുടുംബത്തെ നല്ല രീതിയിൽ അപമാനിച്ച് സംസാരിച്ച് കാണണം. ഏതൊരു പെണ്ണാണെങ്കിലും കുടുംബത്തിനെ അപമാനിച്ച് സംസാരിക്കുമ്പോൾ കേട്ടിരിക്കില്ലല്ലോ. ജിസ്മോൾ നല്ലോണം തിരിച്ച് പ്രതികരിച്ചു കാണണം. അതാവണം അവളെ ചവിട്ടി പുറത്താക്കാനുള്ള കാരണം. അല്ലാണ്ട് ഒരു കാരണം ഞാൻ ഇവിടെ കാണുന്നില്ല. എന്തായാലും ഒരു പിഞ്ച് കുഞ്ഞുള്ള പെണ്ണിനെ പെരുവായിലേക്ക് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ ഇവരുടെ മനോഭാവം നിങ്ങൾ ഓർക്കണം. എന്തായാലും ജിസ്മോളുടെ അച്ഛൻ അമ്മ ജീവിച്ചിരിക്കെ തന്നെയാണോ മറ്റൊരു വിവാഹം കഴിച്ചത്, അതല്ല അമ്മയുടെ മരണത്തിന് ശേഷമാണോ മറ്റൊരു വിവാഹം കഴിച്ചത് എന്നത് വ്യക്തമല്ല. എങ്ങനെയാണെങ്കിൽ കൂടിയും അത് ജിസ്മോളെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. അവിടെ ജിസ്മോൾ എന്ത് വിളിച്ചു അല്ലേ? ഈ ജിമ്മിയുടെ വീട്ടുകാരുടെ പ്രവൃത്തി കേട്ടാൽ തോന്നും ജിസ്മോളും മുൻകൈ എടുത്ത് നടത്തിയ വിവാഹമാണതെന്ന്. ചവിട്ടി പുറത്താക്കാൻ ഓരോരോ കാരണം അല്ലേ? ചിലപ്പോൾ കാലങ്ങളോളായി ജിസ്മോളെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള കാരണം ഇവർ അന്വേഷിച്ച് നടന്നിട്ടുണ്ടാവണം. അവസാനം ഇങ്ങനെ ഒരു കാരണം വീണ് കിട്ടിയപ്പോൾ അവരത് മുതലാക്കി അവളെ ചവിട്ടി പുറത്താക്കി. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ജിമ്മിയുടെ വീട്ടുകാർ ജിസ്മോളെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു കേട്ടോ. അവൾ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയി വീണ്ടും ജിസ്മോൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു. അപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞൊന്ന് കേട്ടോക്കാം. പിന്നീട് രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പം അവളെ നോക്കാതെ അവളുടെ അമ്മായിയമ്മ ലണ്ടനിൽ പോയി അവരുടെ മോന്റെയോ മോളെ കൊച്ചിനെ നോക്കുമായിരുന്നു. അപ്പൊ അന്നത്തെ സമയങ്ങളിൽ അവള് നല്ല ടെൻഷൻ അനുഭവിച്ചു. 2 പിള്ളേരും അവളും അവളുടെ അമ്മായിച്ചിന് സുഖമില്ല, ഈ പയ്യന് ജോലിക്ക് പോകണം, അവൾക്ക് ജോലിക്ക് പോകണം. അപ്പൊ ആ സമയത്ത് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ വയ്യാത്ത ടെൻഷനാണ്, വല്ലാതെ പ്രഷറുണ്ട്, ആരും ഇല്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അത് അന്ന് പിന്നെ ഞങ്ങൾ കുറെയൊക്കെ പറഞ്ഞ് അത് പിന്നെ സോൾവ് ആയി. പിന്നെ മൂന്നാമതൊരു തവണ വിളിച്ചിട്ട് അത് ഈ ഒരു 8-9 മാസം മുമ്പാ ജിമ്മി അടിച്ചു, ഉപദ്രവിച്ചു, ശരിക്കും ഉപദ്രവിച്ചു, സഹിക്കാൻ വയ്യായിരുന്നു. എന്നിട്ട് അവൻ രാവിലെ ഇറങ്ങിപ്പോയി. ഇനി രാത്രി തിരിച്ചു വരുമോന്ന് പോലും അറിയത്തില്ല. ആകെ പ്രശ്നങ്ങളാണ്. അവളുടെ അടുത്ത് ആർക്കും ഒരു സ്നേഹമില്ല, അവളുടെ മക്കളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്താണല്ലേ പേരമക്കളോട് പോലെ ഇങ്ങനെ വിവേചനം കാണിക്കുന്നുണ്ടെങ്കിൽ ജിസ്മോളുടെ അമ്മായിമ്മയുടെ ഒരു മെന്റാലിറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ജിസ്മോള് പോട്ടെ, സ്വന്തം മകനായിട്ടുള്ള ജിമ്മിയുടെ മക്കളല്ല അവർ രണ്ടുപേരും. ആ ഒരു പരിഗണനയെങ്കിലും ആ അമ്മായിമ്മക്ക് കൊടുത്തൂടെ? ജിസ്മോളെ കണ്ട കണ്ണിലൂടെ തന്നെയാണ് ആ തള്ള 2 പേരമക്കളെയും കണ്ടത്. അവരോട് വിവേചനപരമായിട്ട് തന്നെയായിരുന്നു ആ തള്ള പെരുമാറിയത്. ഒരുപക്ഷെ അതൊക്കെ തന്നെ ആകണം ജിസ്മോൾ ജീവനൊടുക്കാൻ തീരുമാനിച്ച സമയത്ത് മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്തത്. തന്റെ മരണശേഷം തന്റെ മക്കളോടും അമ്മായിമ്മ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും അത് കാരണം മക്കൾ ഒരുപാട് അനുഭവിക്കുകയും ചെയ്യുമെന്ന് ആ പെണ്ണ് ചിന്തിച്ചു കാണണം. പക്ഷെ അതൊന്നും ഒരു ന്യായീകരണമല്ല, അത് വേറെ കാര്യം. ആരുടെയും ജീവൻ എടുക്കാൻ ആർക്കും ഇവിടെ അവകാശമില്ല, അത് അമ്മയാണെങ്കിലും ശരി. ഇവിടെ ജിസ്മോൾ മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്തതിന് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല, അത് വേറെ കാര്യം. ഇനി ഇതിനെല്ലാം പുറമെ നിറത്തിന്റെ പേരിൽ പോലും ജിസ്മോളെ അമ്മായിയമ്മ അപമാനിക്കാറുണ്ടായിരുന്നു പോലും. അതിനെക്കുറിച്ച് നിങ്ങളെ മറ്റൊരു ചാനലിൽ ഒന്ന് സംസാരിക്കുന്നുണ്ട്, അതൊന്ന് കേട്ടോക്കാം. പിന്നെ ഇടയ്ക്ക് ഈ 24 നവംബർ 24 കണ്ടന്റ് അന്ന് എന്നോട് ചോദിച്ചു, ഇതുപോലെ 2 മക്കളിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇളയ ആളിനെയാണ്, അവൾ ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞു. ചേച്ചിക്കും പറഞ്ഞ വിവേചനം ഉണ്ടോ? എല്ലാവർക്കും ഇളയതിനെയാണ് ഇഷ്ടം, മൂത്തതിനെ ആർക്കും താല്പര്യമില്ല, കറുപ്പിന്റെ പേരിൽ അവിടെ വലിയ പ്രശ്നമാണ്. സ്മോളുടെ നിറം അവിടെ ഒരു പ്രശ്നമായിരുന്നു അല്ലേ? തന്നെ ആദ്യം തൊട്ടേ അതൊരു വിഷയമായിരുന്നു. ശരി, ആദ്യം തൊട്ട് അതൊരു വിഷയമായിരുന്നെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ചിന്തിക്കണമായിരുന്നു. ജിസ്മോളുടെ നിറം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ജിസ്മോളെ കെട്ടാൻ പാടില്ലായിരുന്നു. ഈ ജിമ്മിക്ക് എന്തായിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്ത് വല്ല തിമിരവും മറ്റോ ആയിരുന്നു? നല്ലോണം നോക്കിയും കണ്ടും ഇന്ന കളറാണ് ജിസ്മോളിനെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ കെട്ടിയത്. എന്നിട്ട് പിന്നെ എന്തിനാണ് കെട്ടിയതിന് ശേഷം നിറത്തിന് പേരും പറഞ്ഞ് അവളെ അപമാനിക്കുന്നത്? നിങ്ങൾക്ക് അവളുടെ നിറം ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണിന് പിടിച്ച നിറമുള്ളൊരു പെണ്ണിനെ കെട്ടണമായിരുന്നു. ഇതിങ്ങനെ ഒരു പെണ്ണിനെ കെട്ടുകയും ചെയ്ത് എന്നിട്ട് അവസാനം നിറത്തിന് പേരിൽ അവളെ അവഹേളിക്കുകയും ചെയ്യാം. ഇതിനെ കണ്ടല്ലോ, ഞാൻ പറഞ്ഞാൽ കൂടി പോകും. എന്തായാലും കേട്ടെടുത്തോളം വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു ജീവിതം ജിസ്മോളുടേത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലേ? സ്ത്രീധനത്തിന് പേരുള്ള പീഡനം, അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചപ്പോൾ അതിന്റെ പേരിൽ വീണ്ടും പീഡനം, 2 മക്കൾ ജനിച്ചപ്പോൾ വീണ്ടും അതിന്റെ പേരിൽ പീഡനങ്ങൾ, പിന്നെ എന്താ നിറത്തിന് പേരുള്ള അവഹേളനം. ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ അവഹേളിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ജിമ്മിയുടെ വീട്ടുകാർ അവളെ അവഹേളിച്ചിട്ടുണ്ട്. ഇതിലൂടെ എല്ലാം കടന്നു പോയ സമയത്ത് ഒരു നിമിഷമെങ്കിലും അവൾ ചിന്തിച്ച് കാണണം അല്ലേ, ഇനി ജീവിതത്തിന് അർത്ഥമില്ല എന്ന്. എന്തായാലും ജിസ്മോളുടെ ശവസംസ്കാരത്തിന്റെ സമയത്ത് ഭർത്താവായിട്ടുള്ള ജിമ്മിയെ കാണിക്കുന്നുണ്ട്. ആശാൻ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ വള്ളിച്ചിറ ചെറുകരപ്പള്ളിയിലെ ജിസ്മോളുടെയും മകളുടെയും മൃതദേഹത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തിയത്. നിരവധിയായ ആരോപണങ്ങളാണ് ഭർത്താവ് ജിമ്മിക്കെതിരായി ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ മോളുടെ പിതാവും സഹോദരനും നൽകിയത്. തൻ്റെ സഹധർമ്മിണിയെയും 2 പിഞ്ച് കുഞ്ഞുങ്ങളെയും കണ്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന ജിമ്മയെയാണ് ഇപ്പോൾ കാണുന്നത്. മിടുമിടുക്കിയായി ജിസ്മോളെപ്പോലെ ഒരു പെൺകുട്ടിക്ക് പിറന്ന 2 കുട്ടികളോടൊപ്പം സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കാമായിരുന്ന ജിമ്മി ജീവിതത്തിൽ ഇന്ന് വളരെയധികം വേദന അനുഭവിക്കുന്നു എന്നതാണ് സത്യം. സഹോദരിമാരുമായി ജിസ്മോൾ വഴക്കിലെത്തുമ്പോൾ ജിമ്മി ഇടപെടുന്നതും അവളുടെ സൈഡിൽ നിൽക്കാതെ സഹോദരിമാർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തപ്പോൾ അവളുടെ കൊടുക്ക് നല്ലോണം വെള്ളം കൊടുക്ക്. ആശാന് നല്ല ദാഹം കാണും. അമ്മാതിരി പ്രവർത്തികളല്ലേ ചെയ്തു വെച്ചേക്കുന്നത്. ഇവനക്ക് ഈ സങ്കടത്തോട് കൂടിയുള്ള ഇരുത്തം കാണുമ്പോണ്ടല്ലോ 2 കൊടുക്കാനാണ് തോന്നുന്നത്. ഇനി ഇവന്റെ ഈ കരച്ചിലും ക്യാമറ കാണുമ്പോൾ അവന്റെ അഭിനയമാണോ എന്നുള്ള സംശയം ഇല്ലാതില്ല.
കാരണം അങ്ങനെയാണല്ലോ ഇവന്റെ പ്രവൃത്തികൾ. സ്വന്തം ഭാര്യ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കിയ ഇവരാണോ ഭാര്യയുടെ മരണ സമയത്ത് അഭിനയിച്ച് നിൽക്കാൻ പണി? എന്തായാലും കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.